നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണം 9150 അത് അവിടെ തന്നെ ഇരിക്കുന്നു. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നു. മാർക്കറ്റിൽ നിന്ന് 24,598 വരയ്ക്കും ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയം 20 പോയിന്റ് മൈനസിലിരിക്കുന്നു. പിന്നെ ഒരു തെമ്പുമില്ല. നമ്മൾ പറഞ്ഞ 24,500 അടുത്ത് വന്നായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പട്ടാസ് ലിസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കണം. 1, 2, 1, 2 എന്നിടുന്ന സമയം നമ്മൾ വാങ്ങാം. വെയിറ്റ് ചെയ്യുന്നു. ഈ 26,500 പോയി ആൽമോസ്റ്റ് 10 മാസമായി. ഒരു വർഷമായിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് റെക്കോർഡ് നോക്കി കഴിഞ്ഞ് നമ്മുടെ നല്ല ചന്തമുള്ള വെള്ള തുന്നൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതേ നിങ്ങൾ ബോണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1% പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പേടിക്കാം. അപ്പോൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി ഒരു 1 ഇയർ ഇതേ സ്പീഡിൽ പോയെങ്കിൽ ഇന്നും ഒരു 20% ഗാലിയാണ്. അതേസമയം രൂപ വന്നിട്ട് 79 86, 84 വരെ വന്നു. ഇത് കാരണം നിങ്ങൾക്ക് $10 നിങ്ങൾക്ക് വലിയ ലോസാണ്. ഇത് നിങ്ങൾ സൂക്ഷിക്കണം. പല സ്റ്റോക്ക് 40% മുകളിൽ ഡൗൺ ആയി തന്നെ ഇരിക്കുന്നു. വലുതായിട്ട് ഡൗൺ ആയിരിക്കുന്നത് ഏതെന്ന് നോക്കിയാൽ അതിൻ്റെ സ്റ്റാർ പ്ലെയർ വന്നിട്ട് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഓൾറെഡി 40% ഡൗൺ. ഇന്നും അത് അടി വാങ്ങും. ഉള്ള ട്രെൻഡും അതിൽ തന്നെ ഇരിക്കുന്നു. ഇതൊക്കെ തൊടണ്ട. ഇത് തൊട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര വേദനയെ തരും. ഇത് നിങ്ങൾ സൂക്ഷിക്കണം. ഇത് കാരണം നമ്മൾ പക്കാസ് ലിസ്റ്റ് വയ്ക്കുന്ന സ്റ്റോക്സിനെ മാത്രം നോക്കി കളിച്ചാൽ മതി. ഇന്നലെ 4 റിസൾട്ട് വന്നായിരുന്നു. ആദ്യം നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കാം. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെ നോക്കിയിരിക്കുന്നു. എക്സ്പെക്ടേഷൻ ലാസ് ഇരുന്നാലും 600 കോടിക്ക് മേലെ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നു. 70% എഴുതുമെങ്കിലും പ്രോഫിറ്റ് തന്നെ. കാരണം നെറ്റ്വർത്ത് കയറിയിരിക്കുന്നു. നെറ്റ്വർത്ത് കുറഞ്ഞില്ല. ഒരുപാട് ആൾക്കാർ ജോലിയിലിരുന്ന് പോയാലും നിങ്ങൾ ആളെടുക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. ഇതാ അവർ തന്നെ ചെയർമാൻ. 2 ദിവസത്തിന് മുമ്പേ എന്ത് ന്യൂസ് വന്നുവെങ്കിൽ ഇന്ദുജ പറഞ്ഞായിരുന്നു $3.5 ബില്യൺ ഇറക്കാനും ഞങ്ങൾ റെഡി. നിങ്ങൾ ഈക്വിറ്റി ഇപ്പില്ലെങ്കിലും കടനായി തരാൻ കൂടെ ഞങ്ങൾ റെഡി. 10,000 കോടി ഞങ്ങൾ ഇറക്കും അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു. പുതു മാനേജ്മെൻറ്റ് വന്നിട്ട് ഞങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. RBI കയ്യിലിരിക്കുന്നു. RBI 28 ആഗസ്റ്റ് വരയ്ക്കും കമ്മിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. മൈക്രോ ഫൈനാൻസ് ഇന്നും പ്രഷറിൽ തന്നെ ഇരിക്കുന്നു. നിയർലി 1/3 ഓഫ് all the NPL പ്രോബ്ലം വന്നിട്ട് മൈക്രോ ഫൈനാൻസിലിരുന്ന് തന്നെ വരുന്നു. ഓവറാളായിട്ട് ഇത് തന്നെ ന്യൂസ്. ഡെപ്പോസിറ്റ് ഇറങ്ങിയും അവർ സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നത് നമ്മളെ എക്സ്പെക്റ്റേഷനാണ്. അതായത് 5 ക്വാർട്ടറിലോ ഒരു ക്വാർട്ടറും ഇറങ്ങി ഈ മാസത്തിൽ 5 ക്വാർട്ടറിലിരിക്കുന്ന ലോയസ്റ്റ് പോയിന്റ് തന്നെ ഈ ഡെപ്പോസിറ്റ്. ഇത്രയും ഡെപ്പോസിറ്റ് വെളിയിൽ പോണതിനെയും അവർ താങ്ങിയിരിക്കുന്നു. 30,000 കോടി അവർ ഇറക്കിയെങ്കിൽ എന്താകുമെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കും. കാരണം എക്സ്പെക്റ്റഡിനെക്കാട്ടിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സ്റ്റോക്ക് ഫ്ലാറ്റായിരിക്കുന്നു. കൺസിഡർ ചെയ്യാത്ത ആൾക്കാരോ ഇല്ലെങ്കിൽ ആവറേജ് ഹൈ ആയിരിക്കുന്ന ആൾക്കാരോ 1, 2, 1 കൺസിഡർ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. വേറെ പറഞ്ഞിട്ട് നിങ്ങൾ ബൾക്കാ പോയെങ്കിൽ നിങ്ങൾ തന്നെ നഷ്ടപ്പെടും. ഇത് തന്നെ ന്യൂസ്. അടുത്തത് വന്നിട്ട് തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് ഒന്നുമില്ല, അങ്ങനെ ഫ്ലാറ്റാ തന്നെ ഇരിക്കുന്നു. മാനേജ്മെൻറ്റിനും ഓണർഷിപ്പിൻ്റെ ഇടയ്ക്കും കോർട്ട് കേസും നടന്നുകൊണ്ടിരിക്കുന്നു. RBI അകത്തുണ്ട്. ഇത് കാരണം അതങ്ങനെ തന്നെ ഇരിക്കുന്നു. ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. 10 കൊല്ലം വെയിറ്റ് ചെയ്യാം എന്നുള്ളവർ 1, 2 തന്നെ കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ അതിനെ നോക്കിയിരിക്കുന്നതാണ് നല്ലത്. ആദ്യമേ പറഞ്ഞ ഡ്രോബാക്ക്, ആ ഡ്രോബാക്ക് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ്, PCS 52 വീക്ക് ലോയിന് പകർത്ത് 33 മന്ത്സ് ആൽമോസ്റ്റ് 3 വർഷത്തിന് ഹിസ്റ്ററിയിലില്ലാതെ അത്രയും അത് ഇറങ്ങിയിട്ടുണ്ട്. വൈരസൂചി നമ്മൾ വാങ്ങിയെങ്കിൽ എന്താകും എന്നതിന് ഇതൊരു വലിയ എക്സാമ്പിളാണ്. കമ്പനി നല്ല കമ്പനി തന്നെ, നല്ല ഡെവലപ്മെൻറ്റിലിരിക്കുന്ന കമ്പനി തന്നെ. അങ്ങനെ ഇരുന്നാലും വൈരസൂചി തന്നെ. ഇത് കാരണം വൈരസൂചിയെ നോക്കി പോകാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ TCS ഇപ്പോൾ ഹിരോഷിമ നാഗാസാക്കിയിൽ വീഴുന്നത് ബോംബിനെ പോലെ ബോംബിൻ്റെ മേലെ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ 12,000 പേരെ ഞങ്ങൾ ഗാലി ചെയ്യുമെന്ന്. ഒന്നുകൂടെ ചെയ്യാം. പിന്നെ ഈ സീനിയർ മാനേജ്മെൻറ്റിന് ഹൈക്ക് എന്ന ഒരു വാർത്തയില്ല. സാലറി ഹൈക്ക് ഫ്രോസൺ അങ്ങനെയെന്ന് പറയുന്നു. ഇൻഡസ്ട്രി എക്സ്പെർട്സിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു പെരിമീറ്റർ മിഡിൽ ലെവലിൽ യാറിന് ഗ്രോത്ത് ഒരുപാട് ഇരിക്കുന്നു. അവർക്ക് ഒരുപാട് പ്രഷർ വരും. ഇത് TCSൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഇരിക്കുന്നു. ഒക്കെ പ്രഷർ വരും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ഈ ടയറിനെ പോലെ TCS എങ്കിൽ ഈ ടയർ വലിയ കൂടുതലായിട്ടാണ് ഇരിക്കുന്നു. ഈ ടയറിനെ TCS കട്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹെസക് എന്ന് പറഞ്ഞ് ഒരു 12,000 പേരെ ചെയ്തിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് 5% ഓഫ് ടോട്ടൽ പോപ്പുലേഷനിൽ മൊത്തമായിട്ട് 25,000 പേരെ ചെയ്തിരിക്കുന്നു. ഇത് കാരണം എന്താകുമെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ജോലി തേടി അലഞ്ഞുകൊണ്ടിരിക്കും. ഇതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ യാരൊക്കെ വന്ന് 40 ദിവസത്തിൽ യാരൊക്കെ ട്രെൻഡ്സിൽ ഇരിക്കണോ അവർക്ക് ടാറ്റ പറഞ്ഞു വിടും.
അങ്ങനെ തന്നെ TCS പറഞ്ഞിരിക്കുന്നു. TCS ഇങ്ങനെ ചെയ്യ കാര്യം എന്തായെന്ന് വെച്ചാൽ ഞാൻ മക്കൾ പേജിൽ പറഞ്ഞതുപോലെ ഇന്നലെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കൊക്കെ കിടപ്പിലായി. എന്തെന്ന് വെച്ചാൽ ഇത് മാത്രം പ്രോബ്ലം അല്ല. TCSൽ 12,000 പേരെങ്കിൽ ഓവറോൾ IT ഇൻഡസ്ട്രിയിൽ മിനിമം 1,00,000 എങ്കിലും പോയിരിക്കും. വലിയ ഒരു സെമി ഗ്ലൂട്ടേഡ് ടാബ്ലറ്റ് ചെയ്യും എന്ന് നിൽക്കുന്നു. ആ ക്യൂവിൽ ഇന്ന് ടാറൻ ഫാർമയും ചേർന്നായിരുന്നു. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ സെമി ഗ്ലൂട്ടൈഡിന് നാക്കോ ഓൾറെഡി റെഡി എന്ന് പറഞ്ഞു. എല്ലാവരുടെ കൂടെ ചേർന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. റെഡി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നു. അൺഫോമയും നിൽക്കുന്നു. സിപ്ലയും ഇതിൻ്റെ ഒപ്പം നിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ടോറൻറ്റും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഓൺ ടോപ്പ് കമ്പനീസ് എല്ലാം എന്നാലും സെമി ഗ്ലൂട്ടൈഡ് ചെയ്യും അങ്ങനെയെന്ന് പറയുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് സെബിയിൽ ജെയിംസ് സ്ട്രീറ്റ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നല്ല വോളിയമൊക്കെ കുറഞ്ഞു. മാക്സിമം ഫീസ് ഗവൺമെൻറ് തന്നെ 100% പോവും. മറ്റു ആൾക്കാർക്ക് തന്നെ ഈ ഫീസൊക്കെ ഗവൺമെൻറ്റിനും SPP ഏർണിങ്സ് കുറയുന്നു. കാരണം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി അതമായിട്ട് നിങ്ങൾ ഒരേടിയായിട്ട് പിക്ക് പോക്കറ്റ് അടിക്കേണ്ട, കുറച്ചാണ് എടുത്തോ, അത് സൂക്ഷിച്ച് ചെയ്തോ എന്ന് കാര്യങ്ങൾ തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തെന്ന് പറഞ്ഞാൽ ഫൈന് കെട്ടിയുണ്ട് 1200 കോടിയെ വാങ്ങി ഞാൻ പക്കത്തിൽ വെച്ചിരിക്കാം, തിരികെ നമ്മൾ കളിക്കാം, എടുത്ത് ഇനി ഉണ്ട് എന്നാണ് ഇരിക്കുന്നത്. ജെയിംസ് സ്ട്രീറ്റ് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജെയിംസ് സ്ട്രീറ്റിനെ കുറിച്ച് ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. മക്കൾ പേജിലാണ് അത്. ജെയിംസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് നാം അഫീഷ്യലായി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ റീറ്റെയിൽ കടൻ വാങ്ങി ഓടി വരണ കാരണം അങ്ങാത്ത കളിക്കുന്ന കാരണം അങ്ങാത്ത കളിക്കുന്ന ആൾക്കാരില്ല. അങ്ങനെ ആൾക്കാരില്ലാത്ത കാരണമാണ് ഞങ്ങൾ മങ്ങാത്ത കളിക്കുന്നു. ഇതിൽ ഞങ്ങൾ 40,000 കോടി സമ്പാദിച്ചു, എന്ത് ചെയ്യാൻ ഇതിനെ ഇനി എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ പ്ലീസ് ഇതുപോലത്തെ ജോലിയൊന്നും ചെയ്യേണ്ട, മാട്ടിക്കൊണ്ടിരിക്കും. യൂറോപ്യൻ യൂണിയൻ ഡീലിട്ട് സൈൻ ഇട്ടായിരുന്നു. ഇന്ത്യയിലെ നെഗോഷിയേറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ട്രംപിൻ്റെ ഒപ്പം ഡീൽ സൈൻ ചെയ്തില്ല. ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് വരണതൊക്കെ 0 ടാക്സ് ആണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകാൻ 15% ടാക്സ്. ഇതിൽ നിങ്ങൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെയും അലോ ചെയ്യണം അങ്ങനെയെന്ന് പറയുന്നു. ആൾറെഡി നമ്മളെ വ്യവസായികളൊക്കെ വളരെ കഷ്ടത്തിൽ തന്നെ ഇരിക്കുന്നു. കടമ തിരിച്ചു കിട്ടാൻ പറ്റുന്നില്ല. വളരെ കഷ്ടത്തിലാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ ട്രംപ് പറയുന്നത് പോലെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് വന്നെങ്കിൽ ഒന്നും ഇരിക്കത്തില്ല. നമ്മളെ കയ്യിൽ ഇരിക്കുന്നതും പോകും. ആളിതിരുന്ന് എല്ലാവരും ഫ്രീയായി സപ്ലൈ ചെയ്യും. നമ്മൾ വളരെ കഷ്ടത്തിൽ പോകും. കാരണം ഇപ്പം നമ്മൾ ട്രംപിൻ്റെ ഒപ്പം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചായിരുന്നു, ജപ്പാനും സമ്മതിച്ചായിരുന്നു, സ്വീഡനിന് ആൾക്കാർ അയച്ചിരിക്കുന്നു, ചൈനയ്ക്ക് മാത്രം സമയം കൊടുക്കുന്നു അങ്ങനെയെന്ന് പറയുന്നു. നെഗോഷിയേഷൻ നമുക്ക് ഇന്ന് കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഇതുവരെയ്ക്കും നിങ്ങൾക്ക് ടാരിഫ് ഇല്ല എന്നാണ് ഓവറോളായിട്ട് ഒരു ന്യൂസ് പറയുകൊണ്ടിരിക്കുന്നു. ജെറോം പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവർക്ക് ഗവർണറാണ്. യുജാസനെ പോലെ ഇപ്പോൾ 2 പേർ കച്ചി മാറി ആൾറെഡി ഡിസൈൻ ചെയ്യുമെന്ന് പറയുന്നു. ആ ഒരു പ്രഷറിൽ റേറ്റ് കട്ട് ചെയ്യുമോ ഇല്ലെങ്കിൽ പോയാ എന്ന് പറഞ്ഞു വിടുമോ എന്നോ അറിയത്തില്ല. അത് നമുക്ക് നാളെ ഈവനിങ് അറിയാൻ പറ്റും. റേറ്റ് കട്ട് ചെയ്തെങ്കിൽ മാർക്കറ്റ് കയറും, റേറ്റ് കട്ട് ചെയ്യത്തില്ല എന്ന് സ്റ്റിഫാൻ എന്നാൽ മാർക്കറ്റ് കിടപ്പിലാകും. രാഹുനു എന്നത് നാളെ വൈകുന്നേരം തന്നെ അറിയാൻ പറ്റും. ഇത് നമ്മളെ സ്ഥലത്തിലുള്ള മാർക്കറ്റിനും ഇമ്പാക്റ്റ് ചെയ്യും. ഈ സമയം എത്രയും തന്നെ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്താലും ഇപ്പോൾ നല്ല താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം എന്താകും എന്ന് അറിയത്തില്ല. സമയം കൊണ്ട് 86, 84 വരെ പോയിരിക്കുന്നു. കാരണം ഇന്നും കുറേ ഡോളർ സപ്ലൈ ഇല്ലെങ്കിൽ ഇന്നും ഇറങ്ങും. IT കമ്പനിക്ക് ഇറങ്ങിയെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ മിണ്ടാതെ വിട്ടുമെങ്കിൽ ഫ്രീ ആക്കി 92 വരയ്ക്കും പോകും. ITക്ക് കുറച്ച് റിലീഫ് കിട്ടും. ഈ 12,000 പേര് പോകുന്നവരെ കുറിച്ച് റീകൺസിഡർ ചെയ്താലും ചെയ്യും. ഇത് കാരണം രൂപ ഇറങ്ങുന്നത് IT ഇൻഡസ്ട്രിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഓല ഷോലയെ തടുക്കുമല്ലേ. ഇത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ 100 AI എഞ്ചിനീയർ കാലി ചെയ്തു. അതുപോലെ ഓലയിലും 1000, 2000 എന്ന് അയച്ചുകൊണ്ടേയിരുന്നു. കാരണം എൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമും കിടപ്പിലായി. എന്തെന്ന് വെച്ചാൽ അമേരിക്കയിലിരുന്ന് കാശ് വന്നാൽ തന്നെ നമ്മൾ ക്യാഷ് ബാൻ ചെയ്യാൻ പറ്റും. കാശ് വന്നില്ലെങ്കിൽ നോ ക്യാഷ് ബാൻ, ജോലിയില്ല. ഓല വന്നിട്ട് എന്തെന്ന് വെച്ചാൽ T2 വീക്ക് ഹൈയിലിരുന്ന് പറ്റുന്ന കിങ്ങായിരുന്നല്ലേ ഒരു കാലത്തിൽ. അതിലിരുന്ന് ഇപ്പോൾ ഇറങ്ങി 1/3 ഓഫ് ദി കോസ്റ്റ് ആയി എന്ന് പറയുന്നു. 40 രൂപയ്ക്ക് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 43, 40 എന്ന്. എപ്പോൾ 2 രൂപയ്ക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റുന്നില്ല. 2 രൂപയ്ക്ക് കൂടെ വാങ്ങാൻ ആ കമ്പനിയിൽ ഒന്നുമില്ല. സോ ഈ സോല കമ്പനി അതോടെ ഓവറാണ്. അടുത്തത് വന്നിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ IPO വരാൻ പോകുന്നു. ഹൈലി ഓവർ വാല്യൂഡ് ആണ്. 4.2 times to 100 ഇരിക്കുന്നു. അതായത് 1 രൂപ ഓണറുടെ കാശ് 4 രൂപ 20 കാശ് ലോണിലാണ് ഇരിക്കുന്നത്. ഈ IPO കാശിൽ ഇതിന് 750 കോടിയെ എടുത്ത് കടൻ അടയ്ക്കാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. ലെൻസ് കാർട്ടും ഒരു IPO ഇടാൻ പോകുന്നു. അതിലെന്ത് പറയണമെന്ന് വെച്ചാൽ 2150 കോടി കമ്പനിക്ക് എന്നതാണ്. പക്ഷേ ഓവറോൾ IPO $1 ബില്യൺ ഇരിക്കും. അതായത് സുമാർ 6000 കോടിക്ക്.
ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടുകൊണ്ട് പോകും. ഇരിക്കുന്ന സ്റ്റാർട്ടപ്പിൽ ഒളുങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഇത് മോസ്റ്റ് പ്രോഫിറ്റിൽ വന്നായിരുന്നു. പക്ഷേ ഇന്നും പ്രോഫിറ്റിന് തൊട്ടില്ല. IPO വരാൻ പോകുന്നു. യാരൊക്കെ തരാനിട്ടാൻ പോകുന്നു, യാരുടെ തലയിൽ തൊപ്പിയെന്ന് നോക്കാം. ഈ NSDL പറയുന്ന ഒരു കമ്പനി അതും IPO ഇഷ്യൂ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അത് 1600 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. ആര് വിറ്റു എന്ന് നോക്കിയാൽ HDFC ബാങ്കും കോട്ടക് മഹേന്ദ്രയും വിറ്റിരിക്കുന്നു. ഞാൻ ഇത് 1600 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. അവിടെ ഇപ്പോൾ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ 800 രൂപയ്ക്ക് ഇപ്പോൾ IPO ഇടാമെന്ന് പറയുന്നു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിയാൽ കൂടെ 1865 തന്നെ. അപ്പോൾ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ കോട്ടാക്കിലിരുന്ന് HDFC വാങ്ങിയ ആൾക്കാരൊക്കെ എന്താകും? ഇതൊക്കെ റോട്ടിലിറങ്ങി നടന്ന് പോകേണ്ടത് തന്നെ, നല്ല വെള്ളത്തുണ്ട് എടുക്കേണ്ടത് തന്നെ. ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റർ ഇത്രയും തന്നെ. പക്ഷെ ആ ആപ്പിക്കൽ എന്ത് പറയുന്നത് വെച്ചാൽ കവല പറയണ്ട, ഇത് 5 കൊല്ലം വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് നോക്കിയിരിക്കുമെന്ന്. ഇത് രണ്ടാമത് വാണെങ്കിൽ ഇപ്പോൾ ലെൻസ് കാർട്ട് വരണു. ലെൻസ് കാർട്ട് കൂടെ വെളിയിലിരുന്ന് കാശ് വാങ്ങിനാണ് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് കാശ് ഡ്രൈപ്പ് ആയ ഉടനെ ഇപ്പോൾ IPOയ്ക്ക് വരുന്നു. നമ്മളെ വൈദ്യനാഥൻ സാർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ IDFC ഫസ്റ്റിൽ ഇന്നും മൈക്രോ ഫൈനാൻസ് സ്ട്രെസ് വളരെ തീർന്നിട്ടില്ല. 2 ക്വാർട്ടറിനെ ഇളുക്കും. 2 ക്വാർട്ടർ ഞങ്ങൾ ഫ്ലോ ആയിട്ട് സ്പീഡായിട്ട് പോകാൻ ചാൻസ് ഇരിക്കുന്നു. അങ്ങനെ എന്ന് തന്നെ പറഞ്ഞായിരുന്നു. 60ൻ്റെ താഴെ പോയാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ RBIയിൽ നിന്ന് തൂക്കണം. ടാറ്റ ഫാമിലിയെ കുറിച്ചാണ് ന്യൂസ്. ഉദയ് കോത്താക്കിനെ ടാറ്റ ട്രസ്റ്റിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാളിനെ ടാറ്റ സോൺ ബോർഡ്സിന് കൊണ്ടുവരാമോ എന്ന ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. ടാറ്റ കെമിക്കൽസിൻ്റെ ഷെയർ 6% കയറിയിരിക്കുന്നു. മോർഗൻ സ്റ്റാൻലി നല്ല കമ്പനിയാണ്. ഷെയർ വാല്യൊക്കെ കയറുമെന്ന് പറഞ്ഞതുപോലെ കയറിയിരിക്കുന്നു. പക്ഷേ ഫണ്ടമെൻ്റൽസിലൊന്നും ചേഞ്ചസ് ഇല്ല. നന്ദി, നമസ്കാരം.